ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വന്നിട്ട് കർണാടകത്തിൽ വന്നിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ്. എല്ലാവിധ പച്ചക്കറി വിഭാഗങ്ങളും ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട നമ്മുടെ ഒരു തോട്ടമാണ് ഈ തക്കാളി. ഇതിപ്പോൾ ഒരു 3 മാസത്തെ കൃഷിയാണ്. ഒരു ഇടവേളയായിട്ട് ചെയ്യുന്നതാണ് ഇത് 3 മാസത്തേക്ക്. ഇതിപ്പോൾ ഈ തക്കാളി വന്നിട്ട് രണ്ട് മാസമായി. നമ്മുടെ 2 മാസമായപ്പോഴത്തേനും കായായി. ഇപ്പോൾ ഈ വർഷം മഴ കൂടുതലുണ്ടോണ്ട് കുറച്ചൊരു വലിയൊരു കുറവ് വരാൻ സാധ്യതയുണ്ട് മുൻപിൽ ഈ നമ്മുടെ കായിൻ്റെ ഇതിൽ. എന്നാലും 3 മാസം കൊണ്ട് തീരുന്ന ഒരു ചെറിയൊരു ഇടവേള കൃഷിയാണ് ഈ തക്കാളി കൃഷി വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബാക്കി വേറെ ചെറുകിട കൃഷികൾ, ഇനി തക്കാളി കുറച്ച് കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടെ നിലം റെഡിയാക്കിയിട്ട് നമ്മൾ അടുത്ത ഒരു ചെണ്ടുമല്ലി പൂക്കൃഷി, അതുപോലെയുള്ള ചെറിയ ചെറിയ കൃഷികൾ, ലോങ് ടൈം അല്ലാത്ത ഒരു 3 മാസം ഇടവേളയുള്ള കൃഷികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൃഷി നമ്മളെ സംബന്ധിച്ചോളം അതൊരു നന്നായിട്ട് മുമ്പോട്ട് പോകണ ഒരു വർഷത്തിൽ നമുക്കൊരു ഇതുപോലത്തെ ഒരു ഷോർട്ട് ടൈം കൃഷിയാണെങ്കിൽ ഒരു 4 കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 4 കൃഷിയിൽ നിന്നും കൂടെ നമ്മുടെ ഇവിടുത്തെ പാട്ടം കൊടുത്ത് നമ്മുടെ കാര്യങ്ങൾ എല്ലാം കുറേ സുഖമായിട്ട് പോകുന്നൊരു കൃഷി രീതിയാണിത്. ഈ ഷോർട്ട് ടൈം കൃഷി വെച്ച് നോക്കുമ്പോൾ അതിനുള്ള കാലാവസ്ഥയും കാര്യങ്ങളും ഇവിടുത്തെ വെള്ളത്തിൻ്റെ ലഭ്യതയും എല്ലാം നമുക്ക് ശരിക്കും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ തക്കാളി കൃഷിയിലോട്ടുള്ള വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് വളരെ ഒരു മുതൽ മുടക്ക് തീരെ കുറവായിട്ടുള്ള ഒരു കൃഷിയാണ്. ഇതൊരു കൃഷിയിൽ നമുക്കൊരു ഏക്കറിന് വന്നിട്ട് മുതൽ മുടക്ക് ഒരു 20,000 തൊട്ട് 25,000 രൂപ വരെ നമുക്ക് ഈ കൃഷീൻ്റെ മുതൽ മുടക്ക് വരുന്നുള്ളൂ. അതേസമയത്ത് ഇത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് വരികയാണെങ്കിൽ ഈ ഒരു കൃഷി നമുക്കൊരു ഏക്കറിന് എങ്ങനെയായാലും ഒരു 1,00,000 രൂപ വരെ നമുക്ക് ലാഭം എടുക്കാവുന്ന ഒരു കൃഷി രീതിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു കൃഷിയാണ് ആയിട്ട് കാണുന്നേ ഉള്ളൂ ഇതിനെ. പലരെ സംബന്ധിച്ച് ഈ കൃഷികൾ വിജയിക്കാത്തത് ഇവിടുത്തെ ഒരു ചിട്ടയായ ജീവിതവും ഇതൊന്നും പാലിക്കാത്തതുകൊണ്ടാണ് കർണാടകത്തിൽ പലരും പരാജയത്തിലോട്ട് പോകുന്നത് കൃഷി രീതി. എന്നെ സംബന്ധിച്ചുകൊണ്ട് ഇവിടുത്തെ ഏത് കൃഷിയാണേലും ചെറിയ കൃഷികളാണെങ്കിൽ തന്നെ നമുക്കത് വിജയിപ്പിച്ച് ലാഭത്തിൽ എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ കർണാടകത്തിലെ കൃഷി രീതിയെ സംബന്ധിച്ച്. പിന്നെ നമ്മൾ ഇത് ഒരു ഭക്തിയും കാര്യങ്ങളും നമ്മളെ ഒരു ചിട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയും കൊന്തയൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഏതൊരു വളപ്രയോഗം മരുന്നാണേലും അതിൽ നമ്മൾ ആനാവെള്ളവും ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഈ കൃഷിയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് നമ്മുടെ കൃഷീൻ്റെ ഈ വിളവെടുക്കുമ്പോൾ നമുക്കത് കാണാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ തക്കാളി നടാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇനിയിപ്പോൾ ട്രാക്ടറിലിപ്പോൾ ആദ്യം ഒരു കുഴു നമ്മൾ ട്രാക്ടറിലിപ്പോൾ പൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ട്രാക്ടറിൽ തന്നെ ഇത് പൊടിക്കും, റൊട്ടേറ്റർ അടിക്കും. റൊട്ടേറ്റർ അടിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ബെഡ് വലിക്കുന്നു. ബെഡ് വലിച്ചിട്ട് അതിൻ്റെ ജലലഭ്യതയ്ക്കുള്ള ഡ്രിപ്പ് സിസ്റ്റമാണ് നമ്മൾ തക്കാളി നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്രിപ്പിൻ്റെ പൈപ്പിൻ്റെ പണികൾ ചെയ്യണം. അതിനുശേഷം നമ്മളിപ്പോൾ നഴ്സറിയിലാണ് തൈയിന് ഓർഡർ കൊടുത്തേക്കുന്നത്. അത് തക്കാളീൻ്റെ തന്നെ റെഡ് സോണ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ തൈ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തൈ നഴ്സറിയിൽ നിന്ന് വന്നിട്ട് ബെഡ് എടുത്തതിന് ശേഷം ആ തൈകൾ നടുന്നു. ഇതൊരു 3 മാസത്തെ വിളയാണ്. നമുക്കൊരു 2 മാസം കൊണ്ട് തന്നെ കായ് വരുന്നു. കായ് വന്നതിന് ശേഷം അതിന് മരത്തിൻ്റെ കമ്പുകൾ നാട്ടിയിട്ട് കെട്ടി ആ ചെടീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം. കായ് കൂടുതൽ വരുമ്പോൾ ചെടി ഒടിഞ്ഞു വീഴാതെയും മറിഞ്ഞു പോകാതെയും. അതാണ് ഇതിൽ വരുന്ന നമുക്ക് പണിക്കാരെ കൊണ്ടുള്ള മെയിനായിട്ടൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം കൊണ്ടുള്ള ഈ പ്രൊട്ടക്ഷനാണ്. ഈ കാല് വെച്ചിട്ട് അതിൽ ഈ ടൊമാറ്റോ വയറ് വലിച്ച് നൂലുണ്ട്. അതിൽ മാത്രമാണ് നമുക്കൊരു കൂടുതൽ പണിക്കാരെ മാൻ പവർ വരുന്നത്. പിന്നെ കായ് എടുക്കാനുള്ള സമയത്തും അല്ലാതെ എല്ലാം നമ്മൾ മിഷനറീസിലാണ് ഈ സ്ഥലം ഒരുക്കുന്നതും ബെഡ് എടുക്കുന്നതും എല്ലാം മിഷനറി വർക്കായിട്ടാണ് ചെയ്യുന്നത് ട്രാക്ടറിൻ്റെ ഇതിൽ. ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് 1 മാസം കഴിഞ്ഞ തൈയാണ്. ഇത് നല്ല ആരോഗ്യമുള്ളൊരു തൈ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ശരിക്കും ഒരു ജൈവ രീതിയിലാണ് ഈ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിതിന് സൂഡോമോണാസ് ഫ്രൈ ചെയ്തു. പിന്നെ ചോട്ടിൽ ആണെങ്കിൽ കുറേശ്ശെ കോഴിവളം ചാണകവും ആദ്യമേ നമ്മൾ സ്ഥലം ഒരുക്കുമ്പോൾ തന്നെ കോഴിവളം ചാണകവും ഇട്ടിട്ടാണ് ഇതിന് സ്ഥലം ഒരുക്കിയത്. ഇതിൻ്റെ ഇലകളിൽ കാണാനുണ്ട് നല്ലൊരു പച്ചപ്പും ആ ഇലയിലുള്ള കൊഴുപ്പെല്ലാം നമ്മൾ ആ ജൈവ രീതിയിൽ ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണ്. പിന്നെ പൂവ് സ്റ്റാർട്ടാകാൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഒരു
ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം എല്ലാ ഇതും പൂവിലോട്ട് വരും. അപ്പോൾ ആ പൂവ് വന്നതിന് ശേഷമാണ് നമ്മളിതിന് താങ്ങ് കൊടുക്കുന്നതിനെ പറ്റിയും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇപ്പം ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഡ്രിപ്പിൽ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു തുള്ളി നന സിസ്റ്റമാണ്. തുള്ളി നനയിലൂടെ ഇപ്പോൾ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. കായിൻ്റെ ഇതിലോട്ട് വരുമ്പോഴാണ് അതിൽ കൂടെ കുറച്ച് പിന്നെ ചെറിയ രീതിയിലുള്ള വളങ്ങൾ, അതും ജൈവ രീതിയിലുള്ള വളങ്ങളാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 1 മാസമായിട്ടുള്ള തൈകളാണിത്. ഇനിയിപ്പോൾ ഈ 1 മാസം ആകുമ്പോഴത്തേനും ഈ അഴുകൽ രോഗമാണ് മെയിൻ. അതപ്പോൾ നമ്മൾ ഈ ജൈവ രീതിയിൽ ചെയ്തുകൊണ്ട് ഈ ട്രൈക്കോഡർമയും സൂഡോമോണസും കൊടുക്കുന്നതുകൊണ്ട് അത് കുറേ ആ ചെടികൾക്ക് ആ ഒരു പ്രതിരോധ ശക്തി കിട്ടുന്നുണ്ട് ഈ ഒരു ചെടികൾക്ക്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഈ തോട്ടത്തിലൊരു രോഗബാധ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, പുറത്തുനിന്ന് വലിയൊരു മരുന്നടിക്കേണ്ട രീതിയിൽ. അപ്പോൾ നമ്മൾ സൂഡോമോണസും ട്രൈക്കോഡർമയും അതേപോലെയുള്ള ജൈവ കീടനാശിനികൾ. ഇനിയിപ്പോൾ കായിലോട്ട് വരുമ്പോൾ നമുക്കതൊരു വേപ്പിൻ സത്തോ അങ്ങനെയുള്ള കീടനാശിനിയിലോട്ട് കായ് വരുന്ന സമയത്താണ് പുഴുവിൻ്റെയൊക്കെ ആക്രമണം കൂടുതലായിട്ട് കാണുന്നത്. ഇതിപ്പോൾ ഒരു കായിലോട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് വേറെ കൂടുതലായിട്ട് ഇതിനൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, മരുന്നടി കാര്യങ്ങളൊന്നും. ഇതിപ്പോൾ നമ്മുടെ ഈ തൈകളെന്ന് പറഞ്ഞാൽ ഒരു 5 ആഴ്ച കഴിഞ്ഞ തൈയാണ്. ഇതിലെല്ലാം ഇപ്പോൾ അടിയിലെല്ലാം പൂവ്, എല്ലാത്തിലും പൂവ് വന്നിട്ടുണ്ട് ഈ തൈയിലെല്ലാം. ഇത് ഇനിയിപ്പോൾ കായ് സെറ്റാകാനായിട്ടുള്ള ഒരു സമയം, പൂവ് ഇനി വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ ഡ്രിപ്പ് വഴി ചെറിയുള്ള വളങ്ങൾ മൈക്രോ ന്യൂട്രിയൻസ് അതെല്ലാം കായിലോട്ട് വേണ്ടിയിട്ടുള്ള ആവശ്യമായതെല്ലാം ഡ്രിപ്പ് വഴി കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഡ്രിപ്പുള്ള കൃഷി എന്ന് പറയുമ്പോൾ അങ്ങനെ വരണം, നമ്മൾ ചുവട്ടിൽ വളം കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കെല്ലാം ഡ്രിപ്പിൽ വെഞ്ചുറി സിസ്റ്റമാണ്. വെഞ്ചുറിയിൽ ഈ വളം കലക്കി കൊടുത്താൽ മതി. പിന്നെ മരുന്നുകൾ കൂടുതൽ ഈ പൂവുള്ള സമയത്ത് നമ്മളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ മരുന്നുകൾ പകൽ സമയത്ത് അടിക്കാതിരിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് അടിക്കുകയാണെങ്കിൽ വെളുപ്പിന് ഒരു 8 മണിക്ക് മുമ്പുള്ള സമയം. കാരണം പകൽ സമയത്ത് ഈ തേനീച്ചകളും ഇതൊക്കെ ഉണ്ടായാലാണ് ഇതിൻ്റെ പരാഗണങ്ങൾ ശരിക്കും നടന്നിട്ട് ഈ കായ്കളെല്ലാം പിടിക്കുകയുള്ളൂ. അപ്പോൾ തേനീച്ച പറക്കുന്ന ആ ഒരു സമയം നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. അതാണ് ഒരു പുതിയൊരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. തേനീച്ചകളും ഇതിൻ്റെ കൂടെ വേണം. അവർ നമ്മളെ സഹായിക്കുന്ന ഇതാണ് ഇതിൻ്റെ പരാഗണം കാര്യങ്ങളിലോട്ടൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ വേണം നമ്മൾ ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ അധികം ഈ വേപ്പിൻ സത്ത് അങ്ങനത്തെ ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വേപ്പിൻ സത്തൊക്കെ അടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പരമാവധി പകൽ സമയങ്ങളിൽ അടിക്കാൻ നോക്കാറില്ല. പരമാവധി ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം ആ ഒരു സമയങ്ങളിലാണ് നമ്മൾ അടിക്കുക. പിന്നെ കൂടുതൽ മണമുള്ളതും അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. കാരണം ഈ തേനീച്ച കാര്യങ്ങളൊക്കെ വരാനൊക്കെ അതാണ് ചില തോട്ടങ്ങളിലൊക്കെ കായ് പിടിക്കുന്നില്ല എന്നുള്ളൊരിത് പറയുന്നുണ്ട്. നമ്മുടെ ഇതൊക്കെ നല്ല ഇതിലാണ്. ഇനിയിപ്പോൾ പൂവുകളൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് മേലോട്ട് തട്ടായിട്ട് പൂവുകൾ വരും. ഇപ്പോൾ തക്കാളീൻ്റെ വിലേനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കതൊരു മാർക്കറ്റ്, ഒരു വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് കയറിയും ഇറങ്ങിയാണ്. ഓരോ സ്ഥലത്തെ കൃഷി, ഒരു സ്ഥലത്ത് മഴ കൂടുതലുണ്ട്, അവിടുത്തെ തോട്ടം പോകും, അപ്പോൾ ഇവിടെ വില കൂടും. നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 1000-1300 വരെയൊക്കെ ആണ് നല്ല ഇതിൽ. ഒരു 20 കിലോ ഇവിടെ ബോക്സ് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. 20 കിലോൻ്റെ ബോക്സാണ്. അപ്പോൾ അതിന് നമുക്ക് വരുന്ന വില കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1300 ആ റേഞ്ചിലോ 300-350 പോകും. ജൈവ ഇതായതുകൊണ്ട് ഒരു കുറച്ചുകൂടെ മാർക്കറ്റിൽ എപ്പോഴും ഒരു ഇച്ചിരി കൂടുതൽ കിട്ടും. കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ ഒരു 250-300 രൂപ വരെ ബോക്സിന് വരുന്ന ആ ഒരു സമയങ്ങളുണ്ട്, കൂടുതൽ സമയം. പൂവ് ഇപ്പോൾ നമുക്കൊരു 5 ആഴ്ച തൊട്ട് ഇത് നന്നായി നോക്കുകയാണെങ്കിൽ 5 ആഴ്ചയിൽ നമുക്ക് പൂവ് വന്ന് തുടങ്ങും. 5 ആഴ്ചയിൽ പൂവ് വന്ന് 6 ആഴ്ച കഴിയുമ്പോഴത്തേനും കായ് സെറ്റായി. പിന്നെ ഒരു 90 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ കായ് കായ് പഴുക്കും. കായ് വന്നു കഴിഞ്ഞാൽ കായ് പഴുത്ത് അപ്പോഴത്തേനും നമ്മൾ ഇനി ഇതിൻ്റെ എല്ലാ ഇടയിലെന്ന് പറഞ്ഞാൽ കാലുകൾ വെച്ച് വള്ളി കെട്ടി ഇതിനെല്ലാം വേലി കെട്ടും. നമ്മൾ വള്ളി കെട്ടി ഓരോ സൈഡിൽ നിന്ന് ഇത് പിടിച്ച് അതിലോട്ട് കെട്ടണം. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ കായിൻ്റെ കനത്തിൽ ഇതെല്ലാം ഒടിഞ്ഞു വീഴും. അപ്പോൾ കായിൻ്റെ കനത്തിൽ ഇത് ഒടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിതെല്ലാം ചാക്കുനൂല് വെച്ചിട്ട് അധികം ഇതില്ലാതെ മേലേക്ക് വള്ളിയിലോട്ട് ഇതെല്ലാം പൊക്കി കെട്ടിക്കൊണ്ടിരിക്കും. മണ്ണിൽ വീണ് പോകാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കും. ഇത് മണ്ണിൽ വീണ് മണ്ണുമായിട്ട് ഇതാകുമ്പോഴാണ് ഇതിൽ കൂടുതൽ കീടങ്ങളും രോഗങ്ങളും വരുന്നത്. അപ്പോൾ ചെടി മണ്ണിൽ വീണ് പോകാതെ എപ്പോഴും നമ്മൾ ഉയർത്തി കാല് കൊടുത്ത് കെട്ടി. ഇപ്പം ഇനിയിപ്പോൾ കാലിൻ്റെ പണി തുടങ്ങുകയാണ്. കാലിൻ്റെ പണി കുഴിച്ചിട്ട് പോവാണ്. പിന്നെ നമ്മൾ ഈ ഒരു വർഷം മഴ കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് ഇത് മൾച്ചിങ് കവർ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കാരണം ജലം കൂടുതൽ ഒരു ഈർപ്പം ഉള്ളിൽ നിൽക്കണ്ടെന്നുള്ളതിൽ മൾച്ചിങ് കവർ
ഇതുമായിട്ടൊരു നല്ലൊരു, അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് ഈ കൃഷി ചെയ്തേക്കുന്നത്. മൾച്ചിങ് കവറിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കളവറിയും കാര്യങ്ങളും ഒക്കെ കുറേ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഇത് മഴ കൂടുതലാകുമ്പോഴത്തേനും അതൊരു ഈർപ്പം കൂടുതൽ നിൽക്കും എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഈ ഒരു സൈഡ് ഇപ്പോൾ ഞാൻ മൾച്ചിങ് കവർ ഒഴിവാക്കിയിട്ട് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഇതിപ്പോൾ 1.5 മാസമായ ഇതാണ്. ഇത് ഇനി വിളവെടുക്കാൻ ഇനി ഒരു 1.5 മാസം കൊണ്ട് നമുക്ക് ഈ തോട്ടം ഏകദേശം വിളവിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഈ കർണാടകയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിളവെടുക്കാനൊക്കെ കുഴപ്പമില്ല. പണിക്കാർ ഇവിടെ തന്നെ കിട്ടും. നമുക്ക് ബോക്സ് തന്നെ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്നുള്ള ബോക്സുകൾ ഇവിടെ വരും. അത് നിറച്ചിവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്നുള്ള വണ്ടിക്കാർ ഇവിടെ വന്നിട്ട് ആ ബോക്സുകൾ എടുത്തുകൊണ്ട് പോകും. അത് പിന്നെ മാർക്കറ്റിൽ കമ്മീഷൻ വ്യവസ്ഥയിലാണ്. ഒരു 100 രൂപ, അവർ 100 രൂപയ്ക്ക് 4 രൂപ ആ ഒരു ഇതിലാണ് മാർക്കറ്റിലെ വ്യാപാരം ഇതിവിടെ കച്ചവടം നടക്കുന്നത്. അപ്പോൾ അത് വണ്ടിക്കാർക്ക് ഒരു ബോക്സിനാണ് വാടക പറയുന്നത്. എത്ര ബോക്സ് നമ്മൾ ഇവിടുന്ന് കയറ്റി വിടുന്നോ ഒരു ബോക്സിന് ഒരു 20 രൂപയാണ് ഇവിടെ നടക്കുന്നത്. മൈസൂർ ഇവിടെ അടുത്തായതുകൊണ്ട് വലിയൊരു ഇതില്ല മാർക്കറ്റിലോട്ട് എത്തിക്കാനായിട്ടുള്ള. മാർക്കറ്റിൽ ചെന്ന് മാർക്കറ്റിൻ്റെ ഡിപ്പെൻഡാണ്. നമുക്കൊരു വർഷത്തെ ഇതിൻ്റെ വിളേൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെയാണെങ്കിലും ഒരു 1 ലക്ഷം രൂപേൻ്റെ താഴെ, ഒരു 75,000 രൂപ 1 ലക്ഷം രൂപയാണ്. ടോപ്പ് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ. നല്ലൊരു ഇതൊരു 3 മാസം വിളയെന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമ്മളതിൻ്റെ ഈ സാധ്യതകൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ ചിലവ് വന്നു കഴിഞ്ഞാൽ ഒരു 25,000 രൂപ ഇതിലാണ് നമ്മുടെ ചിലവ് ഏകദേശം നമ്മൾ കണക്കാക്കിയിട്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നെ കാലുകൾ ഇതൊക്കെ ആണെങ്കിലും അടുത്ത കൃഷിക്ക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഈ ഡ്രിപ്പ് പൈപ്പുകൾ ഇനിയും നമുക്ക് അടുത്ത കൃഷിയിലോട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അടുത്ത കൃഷിയിൽ പിന്നെയും ചിലവ് കുറയുന്നുള്ളൂ ഈ ഒരു ഫസ്റ്റ് കൃഷീനെ അപേക്ഷിച്ച്. ഫസ്റ്റ് കൃഷിയിലാണ് നമുക്ക് ആദ്യത്തെ വർഷമാണ് ഇതിൻ്റെ കാലുകളും കെട്ടുന്നതിൻ്റെ പൈസ ഇതെല്ലാം ആകുമ്പോൾ ആദ്യത്തെ ഒരു കൃഷിയിലാണ് നമുക്ക് കൂടുതൽ ചിലവ് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം കൃഷിയിലോട്ട് പോകും തോറും നമ്മുടെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ മാർക്കറ്റ്, അപ്പോൾ ആദ്യമായിട്ട് ഒരു കൃഷിയിലോട്ട് വരുന്നവർ ആദ്യം ഒരു കൂടുതൽ ബൾക്കായിട്ട് ചെയ്യാതെ ഒരു 2 ഏക്കർ 3 ഏക്കർ ഒരു മാർക്കറ്റ് പഠിക്കുന്ന രീതിയിൽ കൃഷി ചെയ്ത് തുടങ്ങുക. പിന്നെ ഒരു വർഷം ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് സീസണിലാണ് ഇതിന് വില കിട്ടുന്നത്. ശരിക്കും ഉത്സവ സീസണുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. ഉത്സവ സീസണൊക്കെ ആകുമ്പോഴാണ് വില കൂടി വരുന്നത് എപ്പോഴും മാർക്കറ്റ്. അപ്പോൾ സീസണുകൾ നോക്കി ചെയ്യുക. പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നല്ല നമ്മളൊരു ദൈവവിശ്വാസത്തിലും ആ ഒരു ഭക്തി കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാം അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പുതിയൊരു കൃഷിയിലോട്ട് വരുന്നവരാണേലും അങ്ങനെ ചെയ്യുക. പിന്നെ യുവാക്കളെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയാണെങ്കിലും കൃഷി നമുക്ക് നല്ലൊരു മുമ്പോട്ട് പോകാനായിട്ട് നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാളുടെ ഒരു ഓഫീസിൽ നിന്ന പോലെയല്ല. നമ്മൾ ഈ രാവിലെ ഇറങ്ങുന്നു, നമ്മുടെ കൃഷിത്തോട്ടത്തിൽ കൂടെ നടക്കുന്നു, അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഒരു കൃഷിക്കാരനെ അത് മനസ്സിലാവുള്ളൂ. ആ ഒരു രീതിയിലുള്ളത് നമ്മളൊരു ഓഫീസിൽ ഒരു ടൈം ടു ടൈമുള്ള ഒരു ജോലിയല്ല ഇത്. നമ്മൾ സ്വതന്ത്രമായിട്ട് ഒരു കൃഷി ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം, അതിലൊരു കായ് വരുമ്പോൾ അതൊരു കൃഷിക്കാരൻ്റെ മനസ്സിനും ആ ഒരു സന്തോഷമാണത്. ഒരു മഴത്തുള്ളി മണ്ണിലോട്ട് വീഴുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു സന്തോഷം പോലെയാണ് നമ്മുടെ ഒരു ഫലത്തിൽ നിന്ന് ഒരു ഏത് ചെടിയിൽ നിന്നാണേലും അതൊരു കായിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു കൃഷിക്കാരൻ്റെ സന്തോഷങ്ങൾ. അപ്പോൾ ഇതൊന്നും ഒരു വലിയൊരു രോഗങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ദിവസവും നമ്മൾ നമ്മുടെ കൃഷി കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താനും അതിനുള്ള ചെറിയ മരുന്നുകൾ ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു വലിയൊരു രോഗത്തിലോട്ടോ വരാതെ തന്നെ ഈ കൃഷീനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കൃഷി നമ്മൾ എവിടെയെങ്കിലും ഒരു ചെടി നട്ട് വെച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നമ്മൾ വേറെ ബിസിനസ്സുമായിട്ട് ഒരു സൈഡ് ബിസിനസ് കൃഷിയിലോട്ട് കൊണ്ടുപോകുന്നവർക്കൊക്കെയാണ് ഇതൊരു നഷ്ടത്തിലോട്ട് വരുന്നത്. നമ്മൾ മെയിനായിട്ടൊരു കൃഷി അത് നമ്മുടെ ഒരു മെയിൻ ഇതായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ കൂടുതൽ രോഗമോ പ്രശ്നങ്ങളോ ഇല്ല. നമ്മളത് കാണുന്നു, ഒരു ചെറിയ കേടോ അല്ലെ ഒരു ഇത് കാണുന്നു, അത് അപ്പം തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ അടുത്തൊരു കൃഷിയിലോട്ട് എനിക്കിപ്പോൾ വളരെ ചിലവ് കുറവാണ്. കാരണം ആ ഒരു നമുക്ക് ഡ്രിപ്പ് പൈപ്പും ഈ എല്ലാ കാര്യങ്ങളും രണ്ടാമത് ഉപയോഗിക്കാം. ഇതിൻ്റെ കാലുകൾ വള്ളികൾ ഇതെല്ലാം രണ്ടാമത് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ അടുത്തൊരു കൃഷി നമുക്ക് കൂടുതൽ ഇതിലോട്ട് അതിൻ്റെ ആ ഒരു നമ്മുടെ ലാഭത്തിലോട്ട് വരും എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ ഒരു തോട്ടമാണിത്. ഈ തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വില കിട്ടിയൊരു തോട്ടമാണ്. കാരണം ഇത് വിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം മാർക്കറ്റ് കിലോ 40 റുപ്യ. ഞങ്ങളുടെ ഇവിടെ ക്രെട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ബോക്സിന് 800 രൂപ ആ ഒരു ഇതിൽ മാർക്കറ്റിൽ പോയ സാധനമാണ് ഈ തോട്ടം. ഇതിൽ നിന്ന് ഏകദേശം നമുക്കൊരു 3-3.25 ടണ്ണ്
എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നത് ഏകദേശം ഒരു 1-1.25 ലക്ഷം രൂപ ഏക്കറിന് വന്നു. അതിലൊരു ഇതിൻ്റെ ചിലവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 30,000 രൂപേൻ്റെ അടുത്താണ് ചിലവ്. ഇതപ്പം മൾച്ചിങ് കവർ ആക്കി ചെയ്തുകൊണ്ട് ഒരു കുറച്ച് ചിലവ് കൂടിയിട്ടുണ്ട്. എന്നാലും നമുക്കൊരു 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് ലാഭം ഈ ഒരു കൃഷിയിൽ ഈ 3 മാസത്തെ ഈ ഒരു വിളവിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം പറിച്ച് നമ്മൾ ഈ വള്ളികളെല്ലാം മാറ്റിയെടുക്കും. ഈ കോല് ഇതെല്ലാം നമുക്ക് രണ്ടാമത്തെ അടുത്ത കൃഷിയിലോട്ട് ഇതാണ് പറിച്ച് നമ്മൾ അടുത്തതിൽ കൊണ്ടുപോയിട്ട് ഇനി നടുന്നത്. ഇത് നടന്നു ഈ വള്ളി ഇതെല്ലാം രണ്ടാമത് റീയൂസിലോട്ട് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ ഒരു കൃഷിയിൽ പിന്നെ അതിൽ നമുക്ക് മുടക്കുപോലും ചിലവും കുറയുന്നു. പിന്നെ ഇത് പൂട്ടി കഴിഞ്ഞാൽ അടുത്ത തൈ ഇതിലോട്ട് നടുന്നു. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വർഷത്തിൽ നമുക്ക് ഈ ഒരു കൃഷി ഒരു 4 പ്രാവശ്യം 4 ടൊമാറ്റോ എങ്ങനെയാണെങ്കിലും ഈ ഒരു വർഷത്തെ അതനുസരിച്ചാണ് നമ്മളിവിടെ എഗ്രിമെൻറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 4 കൃഷിയിൽ നമുക്ക് ഏകദേശം ഒരു കൃഷി 1-2 ലോസ് ആയാലും ബാക്കിയുള്ള കൃഷി സക്സസ് ആകുന്നതിലൂടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ മുടക്കുപോലെ നഷ്ടമല്ലാത്ത രീതിയിൽ ഒരു ലാഭത്തിൽ നമുക്ക് ഈ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ഇപ്പോൾ പുതിയ ഘട്ടത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുന്നു, അതിൽ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ നേരെ ഈ കൃഷി നിർത്തുന്നു. പിന്നെ അവർ വേറൊരു പരിപാടിയിലോട്ട് പോകണം, അറിയാത്ത വേറെ ബിസിനസ്സിലോട്ട് പോകണം. അത് പിന്നെയും തകർന്ന് അടുത്ത ഭയങ്കര ഒരു നഷ്ടത്തിലോട്ടാണ് പോകുന്നത്. ഇത് അറിയുന്ന ജോലി തന്നെ പിന്നെയും അടുത്തൊരു പ്രാവശ്യം ക്ഷമയോടുകൂടി. നമ്മുടെ ഈ കൃഷിയിൽ മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ്. ആ ഒരു വിത്ത് പൊട്ടി മുളയ്ക്കാനുള്ളൊരു താമസം പോലെയാണ് നമ്മളൊരു കൃഷീൻ്റെ കാണേണ്ടത്. ആ ക്ഷമയോടുകൂടി മുമ്പോട്ട് പോയാൽ അടുത്തൊരു വർഷവും ഞാനീ പറയുന്ന പോലെ ഒരു വർഷത്തിൽ 4 കൃഷി നമ്മൾ ചെയ്യുന്നു. അതിലൊരു കൃഷി നമുക്ക് എങ്ങനെയാണെങ്കിലും 1-2 കൃഷി ലാഭമായിട്ട് നല്ലൊരു ലാഭത്തിലായിട്ട് എടുക്കുക, ബാക്കിയുള്ളത് മുതൽ പിടിച്ചെടുക്കുക. ആ ഒരു രീതിയിലാണ് ഈ കൃഷീനെ കാണേണ്ടത്. ഇന്നത്തെ ചെറുപ്പക്കാർ ഏറ്റവും പെട്ടെന്ന് ഒരു പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഓടുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ക്ഷമയും കുറേ ദൈവവിശ്വാസവും അതൊക്കെയാണ് ഒരു കർഷകൻ്റെ ഒരു പഴയ തനിമയിലോട്ട് തന്നെ ആൾക്കാർ പോകണം. പഴയ ഒരു രീതിയിലുള്ള ഒരു കർഷകൻ്റെ ഒരു ദൈവവിശ്വാസവും നമ്മുടെ ആ കാർഷിക കലണ്ടറുകളും കാർഷിക പാരമ്പര്യവും അതെല്ലാം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക. പുതിയ കാണുന്ന അവിടെ ആ ഒരു ഇട്ട് കഴിഞ്ഞാൽ പൈസ നമുക്ക് ഇരട്ടി തരും, അല്ലെ ആ ഒരു ഇതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇരട്ടി കിട്ടും, വീട്ടിലിരുന്നാൽ മതി. ആ ഒരു ഇതിൽ പോകുമ്പോഴാണ് പിന്നെ നമുക്കൊരു വിഷാദരോഗവും ഇതെല്ലാം വരുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു തലമുറകൾ ഈ കൃഷിയിലോട്ട് കൂടുതൽ വരണം. ഈ കൃഷി മേഖലയെ സ്നേഹിക്കണം, നമ്മുടെ മണ്ണിനെ സ്നേഹിക്കണം. ഈ മണ്ണും കൃഷിയും ഉണ്ടെങ്കിൽ നമുക്കൊരു അടുത്തൊരു തലമുറ ഈ ഭൂമിയിൽ ഉണ്ടാകുള്ളൂ. ആ ഒരു ചിന്ത മനുഷ്യന് വേണം. ഈ കൃഷിക്കാരും ഈ മണ്ണും ഈ കാർഷിക വൃത്തിയും ഇതെല്ലാം നമുക്ക് വേണ്ടതാണ് ഈ ലോകത്തിന്. ഈ ഉൽപ്പന്നങ്ങളില്ലെങ്കിൽ നമുക്ക് മനുഷ്യന് എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും? അടുത്തൊരു തലമുറയ്ക്ക് അല്ലെ ഭൂമിയിൽ നമുക്ക് എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും? കൃഷിക്കാരനും ഈ കാർഷിക വൃത്തിയും വേണ്ടതാണ്. അത് നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഇന്നത്തെ പുതിയ തലമുറ ചിന്തിക്കാനേ പാടില്ല. എല്ലാവരും കൃഷിയിലോട്ട് തന്നെ തിരിഞ്ഞ് ആ ഒരു സമൂഹത്തിൻ്റെ നന്മയായിട്ടുള്ള ഈ കൃഷിക്കാരൻ്റെ അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നന്മയാണ് അവൻ. ആ ഒരു നന്മ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.